സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും കലങ്ങി തെളിയുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ശാരിക ദേവികയോട് പറഞ്ഞ സത്യങ്ങളെല്ലാം ദേവിക ചന്ദ്രോത്തി എന്ന് പ്രഭാവതിയോടും സിദ്ധാർത്ഥിനോടും പറയുമ്പോൾ പ്രഭാവതി വേഗം തന്നെ പറയുന്നുണ്ട്, ഞാനിപ്പോൾ തന്നെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാമെന്ന്. അന്നേരം സിദ്ധാർത്ഥനും ദേവികയും പറയുന്നുണ്ട്, അത് അപകടമാണ്. ഇപ്പോൾ നമ്മൾ സത്യങ്ങൾ അറിഞ്ഞു എന്ന് ശത്രുക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നന്ദനെ അപായപ്പെടുത്തും. നന്ദൻ ഇപ്പോൾ ആരുടെ കസ്റ്റഡിയിലാണെന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യരുത്. ഹരിയേട്ടനുമായിട്ട് ആലോചിച്ചിട്ടേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനു മുമ്പ് താനും നന്ദനും എടുത്തു ചാടി ഓരോന്ന് ചെയ്തിട്ടാ ഇപ്പം നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കണേന്ന് അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്. അത് സിദ്ധു പറഞ്ഞത് നേരാ. അന്ന് കെവിനെ ഇസബല്ലയെ ഞാൻ ഒരുപാട് വിശ്വസിച്ച് പോയി. അതുകൊണ്ടാണ് അന്ന് കെവിൻ്റെ പങ്കൊന്നും ഞാൻ പറയാതിരുന്നതെന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അന്നേ ഹരിയേട്ടൻ പറഞ്ഞതാ നന്ദൻ ഒറ്റയ്ക്ക് ഒരാളെ കുഴിച്ചിടാനൊന്നും പറ്റില്ല, ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ചതികൾ നടന്നിട്ടുണ്ടെന്ന്. അന്ന് തനിക്കും അറിയായിരുന്നു നന്ദനല്ല കുഴിച്ചിട്ടത്, കെവിനാ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞേക്കണേന്ന്. പക്ഷെ താനത് മറച്ചു വെച്ചു. ഹരിയേട്ടൻ പല പ്രാവശ്യം തന്നോട് ചോദിച്ചു എന്തെങ്കിലും സത്യങ്ങൾ പ്രഭയ്ക്ക് അറിയാവോന്ന്. അപ്പോൾ താനത് പറയാൻ കൂട്ടാക്കിയില്ലാന്ന്. അന്നേരം ദേവികയും പറയുന്നുണ്ട്, അന്നമ്മ സത്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഇത്രയും സങ്കടപ്പെടേണ്ട വരില്ലായിരുന്നു. ഇതിനൊക്കെ മുമ്പ് തന്നെ ഹരിയങ്ങൾ തന്നെ എല്ലാ സത്യങ്ങളും കണ്ടുപിടിച്ചേനെ. സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, ശാരിക എങ്ങനെയാ സത്യങ്ങൾ അറിഞ്ഞ്? ഇതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദമായിട്ട് ചോദിച്ചില്ല അമ്മേ. എന്തായാലും സത്യങ്ങൾ അറിഞ്ഞ പാടെ നിങ്ങളോട് പറയാൻ വേണ്ടി ഞാനും കൂടെ ഓടി വരുമായിരുന്നു. ഇനി വീട്ടിൽ ചെന്നിട്ട് നടന്നത് എന്താണെന്ന് ഷാരിനോട് കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കണം. എന്നിട്ട് വേണം അവർക്കെതിരെയുള്ള നീക്കങ്ങൾ നടത്താൻ. എന്തായാലും നമ്മളിത് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാനോ നിയമ വഴിക്ക് പോകാനോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. നമ്മളോട് എങ്ങനെയാണ് അവർ പെരുമാറിയത് അതേ രീതിയിൽ തന്നെ തിരിച്ചടി കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത്. അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, മോളുടെ ആ തീരുമാനം ശരിയെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവിക തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം ഷാരി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തായി, ചന്ദ്രത്തുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ശാരി ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ നിന്നിൽ നിന്നും അറിയാനുണ്ടെന്ന് പറയുമ്പോൾ ഷാരി ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യമാണ് ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ, നിനക്കിതൊക്കെ എവിടെ നിന്നാണ് മനസ്സിലായി എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഷാരിക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ചേച്ചി എന്തിനാ അതൊക്കെ അറിയണേ, സത്യം അറിഞ്ഞാൽ പോരെ, എനിക്ക് എങ്ങനെ മനസ്സിലായി എന്നുള്ളതൊന്നും നമ്മുടെ വിഷയമല്ലല്ലോ എന്ന് പറയുമ്പോൾ ഈ ദേവിക പറയുന്നുണ്ട്, അല്ല ശാരി കാര്യങ്ങൾ ക്ലിയറായിട്ട് അറിയണം, എന്നാലേ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ശാരികയാണെങ്കിൽ നല്ലോണം പെട്ട അവസ്ഥയിലാവുന്നുണ്ട്. എന്നിട്ട് ദേവിക പറയുന്നുണ്ട്, എന്താ ശാരി നീ ഒന്നും മിണ്ടാത്ത, എങ്ങനെ അറിഞ്ഞതാണെങ്കിലും നീ എന്നോടത് തുറന്നു പറയാമെന്ന് പറയുമ്പം ചേച്ചി എന്നെ വഴക്ക് പറയരുത്, ഞാൻ സത്യങ്ങളെല്ലാം പറയാമെന്നും പറഞ്ഞുകൊണ്ട് ഈ ശാരിക ഈ കെവിനെ കാണാൻ പോയതും അതുപോലെ തന്നെ ഇവരുടെ കാറിൽ കയറിയ കാര്യങ്ങളും കാറിൽ ഇവർ പോണ സമയത്ത് അവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ ഈ ദേവികയോട് പറയുന്നുണ്ട്. ഇതേ സമയം രാധികയും മാധവനും ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇത് കേട്ടിട്ട് ഭയങ്കര അത്ഭുതമാണ്. ഇതുപോലെ മനുഷ്യന്മാർക്ക് ചതിക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്തയാണ് അവർക്ക് വന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞതും ദേവിക പറയുന്നുണ്ട്, അപ്പോൾ കെവിനും ഇസബല്ലയും മനഃപൂർവ്വം തന്നെയാണ് നന്ദുവായിട്ട് ഒരു സൗഹൃദം സ്ഥാപിച്ചത്. അതും ഞാൻ MLA ആയതിനു ശേഷം ഈ കെവിൻ വന്നത് തന്നെ. അതിനു മുമ്പ് കെവിനെക്കുറിച്ച് ഒരു വിവരം ഉണ്ടായിരുന്നില്ല. അത് മനഃപൂർവ്വം ചേച്ചി ഇസബല്ല പ്ലാൻ ചെയ്ത് പറഞ്ഞയച്ചതാണ് കെവിനെ. പിന്നെ നന്ദേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ട മാർഗം ഋഷിയും നന്ദേട്ടനും തമ്മിൽ ശത്രുതയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതുമാത്രമല്ല ഒരിക്കൽ ഋഷിയും നന്ദേട്ടനും തമ്മിൽ റോട്ടിൽ കിടന്ന് തല്ലുകൂടി. അതിനുശേഷം ഋഷിയായിട്ട് ചേർന്ന് കെവിൻ നടത്തിയ പ്ലാനാണ് ഇതെല്ലാം. ഋഷി മരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഋഷി ബോധം കെട്ട് വീണതും നന്ദേട്ടനെ മരിച്ചതായിട്ട് അവർ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അതുപോലെ തന്നെ നന്ദേട്ടൻ വിശ്വസിക്കുകയും ചെയ്തു. എന്നിട്ട് ആ പേരും പറഞ്ഞ നന്ദേട്ടനെയും കൊണ്ട് ആ പ്ലാന്റിന് അനുമതി കൊടുപ്പിക്കാൻ വേണ്ടി ചേച്ചിയുടെ അടുത്ത് സമ്മർദ്ദം ചെലുത്തിയത്. അങ്ങനെയല്ലേ ചേച്ചി ആ പ്ലാന്റിന് അനുമതി കൊടുത്തത്. അന്നേരം ദേവിക പറയുന്നുണ്ട്, അതേ ശരി, അന്ന് ഞാൻ ഒരുപാട് എതിർത്തത് ആ പ്ലാന്റിന് ഒരിക്കലും അനുമതി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം നന്ദു അമ്മയും എന്നെ ഭീഷണിപ്പെടുത്തും പോലെ പറഞ്ഞു. അവസാനം നന്ദു ആത്മഹത്യ ചെയ്യുമെന്ന് വരെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ പ്ലാന്റിന് അനുമതി കൊടുത്തതെന്ന്. അന്നേരം ശാരിക പറയുന്നുണ്ട്, അത് നേടിക്കൊടുത്തതോടുകൂടി ആ ഇസബല്ലയ്ക്ക് കോടികൾ കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല അവരുടെ കയ്യിൽ വേറെയും കുറേ പ്ലാനുകൾ ഉണ്ടായിരുന്നു. ചേച്ചിയെ കൊണ്ട് പല കാര്യങ്ങളും നടത്തിയെടുക്കാനാണ് അവർ നിന്നത്. അതിനു മുമ്പ് നന്ദേട്ടൻ സത്യങ്ങളൊക്കെ നിങ്ങളോട് തുറന്നു പറഞ്ഞില്ലേ, അത് അവർക്കൊരടിയായിപ്പോയി. ഇനിയിപ്പോൾ അവർ എങ്ങനെയെങ്കിലും നന്ദേട്ടനെ ഋഷിയെയും കണ്ടെത്തണം എന്നും പറഞ്ഞുകൊണ്ട് നടക്കാം. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട്, നന്ദുവിനെ കാണുന്നില്ല, പക്ഷേ ഋഷീനെ ആരാ തട്ടിക്കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല ചേച്ചി, കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുമെന്ന് തോന്നിയപ്പം അരുന്ധതി മേഡം തന്നെ ഋഷിയെ ദുബായിക്ക് അയച്ചതാണ്. ആ
CP എന്ന് പറയുന്ന ആൾ ഋഷിയെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് വിടുകയും ചെയ്തു. പിന്നീട് ഋഷിയെക്കുറിച്ച് ഒരു വിവരമില്ല. എയർപോർട്ടിൽ നിന്നും ഋഷിയെ ആരോ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അതാരാന്ന് ഇസബല്ലയ്ക്കോ കെവിനോ അരുന്ധതി മേഡത്തിനോ ഒന്നും അറിയില്ല. പിന്നെ നന്ദേട്ടനെ കൊണ്ടുപോയേക്കുന്നതും അവരൊന്നുമല്ല, വേറെ ആരോ ആണെന്ന്. അത് കേട്ടതും ദേവിക പറയുന്നുണ്ട്, നന്ദുവിനെ ചതിച്ചാൽ അവരെയൊന്നും വെറുതെ വിടാൻ പറ്റില്ല ശരി. നമ്മളെ അവരെ എങ്ങനെയാണോ ഉപദ്രവിച്ചത് അതേ രീതിയിൽ തന്നെ അവർക്ക് നമ്മൾ തിരിച്ചടി കൊടുത്തിരിക്കും. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ നിയമത്തിൻ്റെയോ പോലീസിൻ്റെയോ കോടതിയുടെയോ ഒന്നും സഹായം തേടൂല. ആ സമയത്ത് ഷാരി പറയുന്നുണ്ട്, പോലീസിൻ്റെ സഹായം തേടിയിട്ടും കാര്യമില്ല ചേച്ചി. ഇതിൻ്റെ മെയിൻ ആൾ ആ DYSP കുരുവിള തന്നെയാണ്. അയാളാ മെയിനായിട്ട് നന്ദേട്ടനെ കുടിക്കുകയെന്ന്. അന്നേരം ദേവിക പറയുന്നുണ്ട്, അയാൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. ആ സമയത്ത് മാധവൻ പറയുന്നുണ്ട്, മോളെ ഇതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ലല്ലോ. അവർ നന്ദൻ്റെ കൂട്ടുകാരാണെന്നും പറഞ്ഞുകൊണ്ട് വന്നത് നന്ദനെ ചതിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഷാരിക പറയുന്നുണ്ട്, സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് വേണമെങ്കിലും ചെയ്യുമോ അച്ഛാ, അതിന് കൂട്ടുകാരോ ബന്ധുക്കളൊന്നും ഒന്നുമില്ലാന്ന്. ഇത് കാണിക്കുന്നത് നമ്മളുടെ നന്ദനെയും പ്രകാശനെയാണ്. നന്ദനാണ് ഈ കിടന്നുറങ്ങുന്ന സമയത്ത് പ്രകാശൻ നന്ദൻ്റെ അടുത്ത് തന്നെ ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പ്രകാശൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവനെ ഇപ്പോൾ എന്ത് ചെയ്യണം. പ്രഭാവതി മേഡത്തിനോട് ഞാൻ പറഞ്ഞതൊക്കെ മേഡം വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അരുന്ധതിയായിട്ടൊരു പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് വേണം ഋഷിയെ തീർത്ത് കളയാൻ. അരുന്ധതി എൻ്റെ ജീവിതം തകർത്തവള, അവളെ വെറുതെ വിടാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ നന്ദൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് ഈ പ്രകാശിനെ കണ്ടതും, പ്രകാശ് നീ ഇവിടെ ഉണ്ടായിരുന്നോ, എന്തിനാടാ ഇനിയും എന്നെ ഇവിടെ തടഞ്ഞു വെച്ചേക്കണേ, എന്നെ എൻ്റെ വീട്ടിലേക്ക് വിട്, അമ്മയും ദേവിയൊക്കെ എന്നെ കാണാതെ ഇപ്പോൾ ആകെ വിഷമിച്ച് കാണുമെന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ നന്ദ, നിന്നെ ഞാൻ ഉപദ്രവിക്കാനൊന്നുമല്ല കൊടുന്നേക്കണേ, നിന്നെ ഞാൻ രക്ഷിക്കാൻ കൊടുന്നതാ. ഇപ്പം നീ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും പോലീസ് നിന്നെ പിടിക്കും. നന്ദൻ്റെ ഡെഡ് ബോഡി കിട്ടിയെന്ന് നീ അറിഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അത് അറിഞ്ഞു, എനിക്ക് അറിയാതെ പറ്റിയൊരു കയ്യബദ്ധമാടാ, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം, ഇനിയിപ്പോൾ പോലീസ് പിടിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാന്ന് പറയുമ്പോൾ ഈ പ്രകാശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൻ എന്തൊരു പൊട്ടനാ. ഋഷി ജീവനോടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ആരോഗ്യോ ഋഷി മരിച്ചു എന്ന് പറഞ്ഞിട്ട് അതും വിശ്വസിച്ച് പേടിച്ചിരിക്കുവാണ്. ഇവനെ ഞാൻ എന്ത് പറയാനാന്ന്. സമയത്ത് നന്ദൻ വീണ്ടും പറയുന്നുണ്ട്, പ്രകാശ നിനക്കെന്നെ പറഞ്ഞു വിടാൻ പറ്റില്ലെങ്കിൽ വേണ്ട, എനിക്ക് ആ ഫോണൊന്നും താ, ഞാൻ അമ്മയോടോ ദേവിയോടോ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറയുമ്പം, നീ ഇപ്പോൾ ആരെയും വിളിക്കണ്ട, നീ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാവും, നിന്നെ കാണാനില്ലാതെ എല്ലാവരും ഇപ്പോൾ തേടിക്കൊണ്ട് നടക്കാമെന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, അത് തന്നെ പ്രകാശ ഞാൻ പറഞ്ഞത്, ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് സമാധാനമാവുമല്ലോ എന്ന് പറയുമ്പം, നീ ഇവിടെ ഉണ്ടെന്ന് ആരും അറിയാൻ പാടില്ല നന്ദ, കുറേ പ്രശ്നങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട്, അതെല്ലാം ഒതുങ്ങിയതിന് ശേഷം ഞാൻ തന്നെ നിന്നെ പറഞ്ഞു വിടാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെ. അരുന്ധതി ആണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനിലാണ്. ഋഷിയെക്കുറിച്ച് ഒരു വിവരമില്ല. ഇസബല്ലേനെയും കെവിനെയും വിളിച്ചിട്ടാണെങ്കിൽ അവർ ഫോൺ എടുക്കണമില്ല. ആ സമയത്ത് CP അങ്ങോട്ട് വരുന്നുണ്ട്. CPയെ കണ്ടതും, എന്താ ഈ CP, ഋഷിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോയെന്ന് ചോദിക്കുമ്പം, ഇല്ല മേഡം, ഋഷിമോനെക്കുറിച്ച് ഒരു വിവരമില്ല. ആ ഇസബല്ലേനെയും കെവിനെയും CP ഒന്ന് വിളിച്ചേർന്നോ എന്ന് ചോദിക്കുമ്പോൾ, മേഡം ഞാൻ അവരെ വിളിച്ചു, പക്ഷെ അവർ ഫോൺ എടുക്കണില്ല എന്ന് പറഞ്ഞതും അരുന്ധതി പറയുന്നുണ്ട്, എന്നാൽ ആ CP നമുക്ക് ഇപ്പോൾ തന്നെ ഇസബല്ലയുടെ വീട്ടിലോട്ട് പോകാമെന്ന്. അങ്ങനെ ഈ CPയും അരുന്ധതിയും കൂടി ഇസബല്ലയുടെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ഇസബല്ലയും കെവിനും അതുപോലെ DYSP കുരുവിളയും അവിടെയുണ്ട്. അരുന്ധതി ചെന്നതും ഇസബല്ല അരുന്ധതിനെ കണ്ടതും കെവിനോട് പറയുന്നുണ്ട്, അവർ വരുന്നുണ്ട്, അവരിനി എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ മഞ്ഞയായിരിക്കുമോ. അന്നേരം നീ ഒന്നും മിണ്ടാൻ പോകണ്ട ബെല്ല, എന്തായാലും സാറുണ്ടല്ലോ, സാറ് സംസാരിച്ചോളൂ. അങ്ങനെ കുരുവിള വന്നിട്ട്, എന്താ മേഡം ഋഷിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോയെന്ന് ചോദിക്കുമ്പോൾ, അത് നന്നായി, ഞാൻ അത് ചോദിക്കാനാണ് ഇങ്ങോട്ട് വന്നത്, എൻ്റെ മകനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ, നിങ്ങൾ 3 പേരും ചേർന്നാൽ എൻ്റെ മകനെ ഇപ്പോൾ ഈ അവസ്ഥയിലാക്കിയത്, എൻ്റെ മകൻ എവിടെയാണ്, എൻ്റെ മകനിപ്പോൾ ജീവിച്ചിരിക്കണ്ടോ എന്നൊക്കെ ചോദിച്ച് ഈ അരുന്ധതി ദേഷ്യപ്പെടുമ്പം ഈ കുരുവിള പറയുന്നുണ്ട്, മേഡം ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല, ഋഷിയെക്കുറിച്ച് ഞങ്ങൾക്കൊരു വിവരമില്ല, ഋഷിയെക്കുറിച്ചോ നന്ദനെക്കുറിച്ചോ എന്തെങ്കിലും വിവരം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിച്ചു, പക്ഷേ 2 പേരെക്കുറിച്ചും ഒരു വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, ഇനി ഋഷിനെ കാണാതായതിന് പിന്നിൽ ചന്ദ്രോത്തുകാരായിരിക്കുമെന്ന് ചോദിക്കുമ്പം ഇസബല്ലയും കെവിനും പറയുന്നുണ്ട്, ഇല്ല മേഡം, ഒരിക്കലും അവരൊന്നുമല്ല, വേറെ ആരോ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ട്, ഇനി മേഡത്തിൻ്റെ ശത്രുക്കൾ ആരെങ്കിലും ആണോ എന്നാണ് ഞങ്ങൾക്ക് സംശയം എന്ന് പറയുമ്പം, എൻ്റെ ശത്രുക്കളാണെങ്കിൽ നന്ദനെയും കാണാനില്ലല്ലോ, അപ്പം നന്ദനെ കടത്തിക്കൊണ്ടുപോയി ആരാന്ന് ചോദിക്കുമ്പോൾ, എന്തായാലും മേഡം സംശയിക്കേണ്ട, നന്ദനും ഋഷിയും ഞങ്ങളുടെ കസ്റ്റഡിയിലില്ല, അവരെവിടെയാണെന്ന് ഞങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം CP പറയുന്നുണ്ട്, കുറേ ദിവസമായാലോ നിങ്ങൾ അന്വേഷണം തുടങ്ങിയിട്ട്, ഒന്നുമില്ലെങ്കിലും ഒരു പോലീസ് ഓഫീസറല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു വിവരം ഇതുവരെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പം DSP പറയുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ ഏതോ ബുദ്ധിരാക്ഷസനാണ് കളിക്കണത്, അതുകൊണ്ടാണ് എനിക്ക് ഇതുവരെയും ഒന്നും അറിയാൻ പറ്റാണ്ടായത്, എന്തായാലും അധികം വൈകാതെ തന്നെ ഞാൻ അവനെ കണ്ടെത്തുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയാണ്. ദേവിക ഹരിയങ്കളിനൊന്ന് വിളിക്കട്ടെ
വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോണെടുത്ത് ഹരിയങ്കളിന് വിളിക്കുന്നുണ്ട്. ഹരിയങ്കൾ ഫോണെടുത്തതും എനിക്ക് ഹരിയങ്കളിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പം എന്താണെങ്കിലും പറ മോളെ എന്ന് പറയണു. അങ്ങനെ നമ്മളുടെ ദേവികയാണെങ്കിൽ ഈ ശാരിക പറഞ്ഞ ആ ഒരു കാര്യങ്ങളെല്ലാം ഹരിയങ്ങളോട് പറയുന്നുണ്ട്. ആ സമയത്ത് ഹരിയങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവരുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ ഒരു സംശയം എനിക്ക് തോന്നുന്നുണ്ടെന്ന്. ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദനയോ വേവലാതിയോ ഒന്നും അവരുടെ പെരുമാറ്റത്തിൽ ഞാൻ കണ്ടില്ല. അവരുടെ മുഖത്ത് ആകെ പേടി മാത്രമേ കണ്ടുള്ളൂ. എന്തായാലും കാര്യങ്ങൾ ഇപ്പോൾ ഹരിയങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും ഹരിയങ്ങളെന്ന് ചോദിക്കുമ്പോൾ ഇനിയാണ് നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ഋഷി മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു എന്ന് ഒരു കാരണവശാലും ശത്രുക്കൾ അറിയരുത്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കൾ ഋഷിയെ ചിലപ്പോൾ കൊല്ലാനും സാധ്യതയുണ്ട്, അതുപോലെ നന്ദനെ അപായപ്പെടുത്താനും സാധ്യതയുണ്ട്. ഋഷിയും നന്ദനും എവിടെയാണെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അന്നേരം ദേവിക പറയുന്നുണ്ട് അത് ഹരിയങ്ങൾ പറഞ്ഞത് നേരാ. ഇനിയിപ്പോൾ ഇസബല്ലയും കെവിനും നമ്മൾ സത്യങ്ങൾ അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർ എന്ത് വില കൊടുത്തും ഋഷിയെ ചിലപ്പോൾ അപായപ്പെടുത്തുമെന്ന്. അന്നേരം ഹരിയങ്ങൾ പറയുന്നുണ്ട് നമ്മൾ അതിനൊരു അവസരം കൊടുക്കരുത്. ഇനി അവർ നമ്മളോട് എങ്ങനെയാണോ കളിച്ചത് അതേ നാണയത്തിൽ തന്നെ തിരിച്ച് കളിക്കണം, എന്നാലേ നമ്മൾ ഈ ഗെയിമിൽ വിജയിക്കുകയുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് മുരളീനെയാണ്. മുരളി വീട്ടിലിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭാർഗവി ചോദിക്കുന്നുണ്ട്, എന്തായിടെ മുരളി, നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ മുരളി പറയുന്നുണ്ട്, ഞാൻ അമ്മയോടൊരു സത്യം പറയാം, അമ്മ അത് ആരോടും പറയരുത്, വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നന്ദൻ്റെ ജീവനെയും ബാധിക്കുമെന്ന് പറയുമ്പം എന്താണെങ്കിലും പറയാമെന്ന് പറഞ്ഞതും ഈ മുരളി പറയുന്നുണ്ട്, ആ ഇസബല്ലയും കെവിനും ഉണ്ടല്ലോ അവർ രണ്ടുപേരും നന്ദൻ്റെ കൂട്ടുകാരാണെന്നും പറഞ്ഞ് വന്നത് നന്ദനെ ചതിക്കാൻ വേണ്ടിയിട്ടാണ്. അന്നേരം ഭാർഗവി ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് മുരളി പറയണേ, അവരെന്തിനാണ് നന്ദനെ ചതിക്കണേന്ന് ചോദിക്കുമ്പം ദേവിക MLA ആയതിനു ശേഷമാണല്ലോ ആ കെവിൻ കൂട്ടുകാരനാണെന്നും പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് നന്ദനെ അവൻ്റെ കമ്പനിയിൽ പാർട്ട്ണറാക്കുകയും ചെയ്തു. അത് നന്ദനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, നന്ദൻ വഴി ദേവികയിൽ നിന്നും പല ആനുകൂല്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതെന്താ ആനുകൂല്യമെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ദേവിക ഒരു പ്ലാന്റിന് അനുമതി കൊടുത്തില്ലേ, അത് നന്ദൻ്റെയും പ്രഫാൻ്റിയുടെയും നിർബന്ധത്തിനാണല്ലോ കൊടുത്തത്. അതിന് കാരണക്കാരൻ ആ ഇസബല്ലയും കെവിനുമാണ്. അതെന്തിനാ അവർ പറഞ്ഞപ്പോൾ നന്ദനും പ്രഭക്കുഞ്ഞും അതിന് സമ്മതിച്ചതെന്ന് ചോദിക്കുമ്പം അതിന് വേറെ കാരണമുണ്ട്. ഋഷിയെ നന്ദൻ കൊന്നത് അവർക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് അവർ ഭീഷണിപ്പെടുത്തിയ അങ്ങനെ ഒരു പ്ലാന്റിനുള്ള അനുമതി ദേവികയും കൊണ്ട് കൊടുപ്പിച്ചത്. എന്തായാലും അവരുടെ കള്ളത്തരമൊക്കെ ഇപ്പോൾ പൊളിഞ്ഞു എന്ന് പറയുമ്പോൾ ഭാർഗവി ചോദിക്കുന്നുണ്ട്, എന്ത് കള്ളത്തര പൊളിഞ്ഞു എന്ന് ചോദിച്ചതും ഋഷീനെ നന്ദൻ കൊന്നു എന്നല്ലേ അവർ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്, ശരിക്കും ഋഷി മരിച്ചിട്ടില്ല, ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന്. ആ സമയത്ത് ഭാർഗവി ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാ മുരളി പറയണേ, നന്ദനല്ലേ ഋഷിയെ കൊന്നത്, പിന്നെ എങ്ങനെയാണ് ഋഷി ജീവിക്കണേന്ന് ചോദിക്കുമ്പോൾ നന്ദൻ ഋഷിയെ കൊന്നുവെന്ന് ആ കെവിനും ഇസബല്ലയും ചേർന്ന് വരുത്തി തീർത്തത് അമ്മ, അല്ലാതെ നന്ദൻ ഋഷിയെ കൊന്നിട്ടൊന്നുമില്ല, ഋഷി മരിച്ചിട്ടുമില്ല, ഋഷി ഇപ്പോൾ ജീവനോടെ ഉണ്ട്. അപ്പോൾ ഋഷി എവിടെയാണെന്ന് ചോദിക്കുമ്പം അതാർക്കും അറിയില്ല, ഋഷിയെ ഇപ്പോൾ ആരോ തട്ടിക്കൊണ്ട് പോയേക്കുവാന്ന്. അത് കേട്ടതും ഭാർഗവി നീ പറയണതൊക്കെ സത്യമാണോ മുരളി എന്നും ചോദിച്ചിങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.